അശ്വിൻ ബ്രോ ഇല്ല? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിന് മുമ്പത്തെ IRLTR എന്നുള്ള സ്ട്രാറ്റജിയിൽ പഠിച്ച 2 ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡിംഗ് എന്നുള്ള ഈ ഒരു കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്ട്രാറ്റജിയിലും ഓരോ രീതിക്കുള്ള ലിക്വിഡിറ്റീസ്. ഇപ്പോൾ SMCയിലാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ലോസ്, ഈക്വൽ ഹൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റീസ് ഉണ്ട്. കുറെ ടൈപ്പ് ലിക്വിഡിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്ന 2 ലിക്വിഡിറ്റി ആണ്. ഒന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പും പിന്നെ ഒന്ന് സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ് അല്ലേ? സ്വിംഗ് ഹൈ ഓർ സ്വിംഗ് ലോ, ഈ ഒരു 2 ടൈപ്പ് ലിക്വിഡിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതേപോലെയുള്ള ഒരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റും? ഒന്നാമത് യൂസ് ചെയ്തത് FVG ഫെയർ വാല്യൂ ഗ്യാപ്പ്, രണ്ടാമത് യൂസ് ചെയ്തിട്ട് നമ്മൾ ലിക്വിഡിറ്റി ആയിരുന്നു സ്വിംഗ് ഹൈ ആൻഡ് ലോ. ഇതേ രീതിക്ക് വരുന്ന ഒരു ടൈപ്പ് ലിക്വിഡിറ്റി ആണ് ഇത് പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈസ് ആൻഡ് ലോസ്. പ്രീവിയസ്, അതായത് ഒരു പ്രത്യേക പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ എന്ന് പറയുന്നില്ല, എല്ലാ ക്യാൻഡിൽസിന്റെ പ്രീവിയസ്, അതായത് ഇപ്പൊ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിന്റെ തൊട്ട് മുമ്പുള്ള ക്യാൻഡിലിന്റെ പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈസ് ആൻഡ് ലോസ്. അത് നമുക്ക് ഒന്നും കൂടി നല്ല രീതിക്ക് എൻട്രി ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ടാണ് നമ്മൾ വലിയൊരു ടൈം ഫ്രെയിമിന്റെ ക്യാൻഡിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഡെയിലി, വീക്കിലി, 4 hour, അത് കുറച്ച് വലിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ അല്ലേ? അപ്പോൾ ആ ഒരു ക്യാൻഡിലിന്റെ ഹൈയും ലോയും സ്വീപ്പ് ചെയ്യുമ്പോൾ ഒന്നുകൂടി പവർഫുൾ ആയിട്ടുള്ള നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുക്കാനുള്ള ഒരു, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അതായത് നമ്മളിപ്പോ 1 സെക്കൻഡിന്റെ ക്യാൻഡിലിന്റെ പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈസ് ആൻഡ് ലോസ് വരെ ലിക്വിഡിറ്റി ആണ്. പക്ഷെ ഈ ഒരു 1 സെക്കൻഡിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിൻ്റെതായ ഒരു ലോ ടൈം ഫ്രെയിമിലൊക്കെ പോയിട്ട് എൻട്രിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റൂലല്ലോ, അത്രയും ലോവർ ആയിട്ടുള്ള ടൈം ഫ്രെയിം അല്ലേ. സോ നമ്മൾ ഈ ഒരു ഡെയിലി, 4 hour, വീക്കിലി, മന്ത്ലി, ഇതിന്റെ ഒക്കെ ഹൈ ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ട്, അതൊക്കെ മേജർ ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ്. പ്രീവിയസ് ക്യാൻഡിലിന്റെ പ്രീവിയസ് ഡേ എന്ന് നമ്മൾ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്തിട്ട് ഒരു സെറ്റപ്പ് പ്രകാരം എടുക്കുന്നതെന്നുള്ളൂടി ഇൻട്രാഡേ രീതിക്ക് എൻട്രീസ് കിട്ടാനായിട്ട് നമ്മൾ ചൂസ് ചെയ്തതാണ് ഡേ ക്യാൻഡിൽ. ഓക്കെ, ഇത് വീക്കിലി ക്യാൻഡിൽ എടുക്കുന്നവരുണ്ട്, മന്ത്ലി ക്യാൻഡിൽ എടുക്കുന്നവരുണ്ട്. ഇനിയിപ്പോ ഡേ ക്യാൻഡിലിന്റെ ഹൈസ് ആൻഡ് ലോസ് സ്വീപ്പ് ചെയ്തിട്ട് നമ്മൾ എൻട്രി നോക്കുന്നതിനേക്കാൾ അത്ര ആക്യുറസി കിട്ടിക്കോളണമെന്നില്ല. 4 hour നോക്കുമ്പോൾ ടൈം ഫ്രെയിം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആക്യുറസി കുറഞ്ഞു വരും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മൂന്നാമതൊരു ടൈപ്പ് ലിക്വിഡിറ്റി, ഇപ്പൊ FVG ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു. ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും അല്ലേ? അതായത് ഇപ്പോ ഇവിടെ ഒരു FVG അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അപ് സൈഡിലോട്ട് ഇങ്ങനെ ഒരു ലിക്വിഡിറ്റിക്ക് ആദ്യം വരും, താഴോട്ട് ഈ ഒരു ലിക്വിഡിറ്റിക്ക് വന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് പോകുന്നല്ല, അതായത് ഇതിന്റെ നേരെ വന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ഈ ഒരു മൂവ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്താൽ, ഇത് ലിക്വിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് കളക്ട് ചെയ്തിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുക, അതല്ലേ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് സ്വിംഗ് ഹൈ ആൻഡ് ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ERL, അതായത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അല്ലേ ഇത്, ഈ ഒരു ഹൈ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഈ ഒരു ഹൈ, അതുവരെ പോയതിനു ശേഷം എഗെയിൻ ഇവിടെ താഴെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലോട്ട് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് വരാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തിട്ട് ഈ ഒരു സ്വിംഗ് ഹൈ ഒരു ലിക്വിഡിറ്റി ആണ് നമ്മൾ പറഞ്ഞു. ഈ ഒരു സ്വിംഗ് ഹൈ എടുത്തിട്ട് ഈ ഒരു FVGയിലോട്ട് വരാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു FVG ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോ എടുത്തിട്ടായിരിക്കും ഇങ്ങനെ പോവുക. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അല്ലേ? FVG ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ പ്രയോറിറ്റി FVGയിലോട്ട് എടുത്തിട്ടായിരിക്കും പോവാന്നൊക്കെ പറഞ്ഞു. ക്ലിയർ അല്ലേ? അതേപോലെയുള്ള ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ ആൻഡ് ലോ. ഓക്കെ, അതൊരു മേജർ ലിക്വിഡിറ്റി ആണ്. മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ആൻഡ് ലോ. ഓക്കെ, മൂന്നാമതൊരു ടൈപ്പ് ലിക്വിഡിറ്റി നമ്മൾ പഠിച്ച പോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, ഇതേപോലെ വരുന്ന മൂന്നാമതൊരു ടൈപ്പ് ലിക്വിഡിറ്റി ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാൻഡിൽ, ഇപ്പോൾ ഇത് മൺഡേ, തിങ്കളാഴ്ചക്കത്തെ ക്യാൻഡിലാണ് വിചാരിച്ചോ. ഓക്കെ, ഇത് തിങ്കളാഴ്ചക്കത്തെ ക്യാൻഡിലായിരുന്നു. ഓക്കെ, നമ്മൾ ട്രേഡ് നോക്കുന്നത് എന്താണ്, പോട്ടെ, ഇത് ഫ്രൈഡേത്തെ ക്യാൻഡിലാണ്. നമ്മൾ ഇനി നെക്സ്റ്റ് നാളെ മൺഡേ അല്ലേ? സോ ഇത് ഫ്രൈഡേത്തെ ക്യാൻഡിലാണ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലോസ് ആയ ക്യാൻഡിൽ, ഇപ്പോൾ ക്ലോസ് ആയി നിൽക്കുന്ന ക്യാൻഡിൽ അല്ലേ?
ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ എന്താ, ഇതൊരു ഡെയിലിയുടെ ആണ്, ഫ്രൈഡേയിലെ ഡെയിലി ക്യാൻഡിൽ, ഫ്രൈഡേയിലെ ഡെയിലി ക്യാൻഡിൽ. ഓക്കെ, ഫ്രൈഡേയിലെ ഈ ഒരു ഡെയിലി ക്യാൻഡിലിന്റെ ഹൈ ആൻഡ് ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും മൺഡേ ട്രേഡ് എടുക്കാനായിട്ട്. ഓക്കെ, സോ ഇതിന്റെ വിക്ക് ഇതാ ഈ ഒരു രീതിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കളർ മാറ്റർ അല്ല കേട്ടോ, ബുള്ളിഷ് ക്യാൻഡിലാണോ ബിയറിഷ് ക്യാൻഡിലാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ക്യാൻഡിലിന്റെ ഹയസ്റ്റ് പോയിന്റ്, വിക്കിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം, പ്രീവിയസ് ഫ്രൈഡേ ക്യാൻഡിലിന്റെ ഹൈ വരുന്നത് ഇവിടെ ആയിരിക്കും, ഈ ഒരു വിക്കിന്റെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. ദെൻ ഫ്രൈഡേ ക്യാൻഡിലിന്റെ ലോ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. ഇനി മൺഡേ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ആയിരിക്കും, ഇവിടെ ജസ്റ്റ് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആണെന്ന് വിചാരിച്ചോ. സോ ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യും, ആ ക്യാൻഡിൽ ഇങ്ങനെ നമ്മൾ ഡെയിലിയിൽ നോക്കുക. ലോ ടൈം ഫ്രെയിമിൽ പോയാൽ നമുക്ക് ഇങ്ങനെ സ്ട്രക്ചർ ഒക്കെ കാണാൻ പറ്റും. അതായത് ഡെയിലിയുടെ ക്യാൻഡിലിന്റെ ലോ ടൈം ഫ്രെയിമിൽ പോയാൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കാണാം, അങ്ങനെയൊക്കെ നമുക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും 50 മിനിറ്റിൽ. ഓക്കെ, അത് അപ്പം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഫ്രൈഡേ അടുത്ത ക്യാൻഡിലിന്റെ ഹൈയും ലോ ഇതേപോലെ ലൈൻ ചാർട്ട് ഇട്ടതിന് ശേഷം ഇതിന്റെ നേരെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ, അലേർട്ട് ഇടണം, അറിയോ അലേർട്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്? ഓക്കെ, ഇതിന്റെ നേരെ മൗസ് പോയിന്റർ വെച്ച് ഇവിടെ കണ്ടോ ഒരു പ്ലസ് ബട്ടൺ. ഓക്കെ, ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് അലേർട്ട് ഓൺ USD JPY, അതായത് ഈ ലൈനിന്റെ നേരെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ ഇതിന്റെ ഈ നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ സ്വിംഗ് ഹൈ, ഓക്കെ, ഇതിന്റെ നേരെ ഇങ്ങനെ മാർക്ക് ചെയ്താൽ കറക്റ്റ് ഇതിന്റെ ഇവിടെ കൊടുന്ന് വെച്ചാൽ അവിടെ പ്ലസ് ബട്ടൺ വരും. ഓക്കെ, ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അലേർട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ചെറിയൊരു ഒരു സിമ്പിൾ വന്നാണ്ടോ ഇവിടെ ഈ ഒരു കോർണറിൽ കാണുന്നില്ലേ? ഓക്കെ, ഇത് ഇപ്പൊ അലേർട്ടായി. ഇനിയിപ്പോ ഇതില് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലേർട്ടിന് നെയിം കൊടുക്കാം. ഇപ്പോ ഇങ്ങനെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, മെസ്സേജ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ USD JPY ഹൈ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അലേർട്ട് കൊടുക്കാം. ഹൈ അല്ലേ, ഡെയിലി ക്യാൻഡിലിന്റെ ഹൈ അല്ലേ? ഓക്കെ, അങ്ങനെ കൊടുത്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ, USD JPY ഹൈ ടാപ്പ്. അപ്പൊ ഇനി എന്താ സംഭവിക്കുക, ഇനി മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് അതേപോലെ നമ്മളിവിടെ താഴെയും കൊടുക്കും. ഇതാ ഈ ഒരു ലോന്റെ ഇവിടെ നമുക്ക് അലേർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക, അങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇതിലൊന്ന് ടാപ്പ് ചെയ്താൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ഓപ്ഷൻ വരും. എഡിറ്റിൽ എന്ത് ചെയ്യാം, USD JPY ലോ ടാപ്പ്. ഓക്കെ, ഇപ്പൊ ഇത് രണ്ട് അലേർട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് എന്താ സംഭവിക്കാറോ, ഇനി മാർക്കറ്റ് ഇവിടുന്ന് ഇപ്പൊ അതാ ഈ ക്യാൻഡിൽ മൂവ് ചെയ്തിട്ട് ഫസ്റ്റ് ഏതാണോ ടാപ്പ് ആവുന്നപ്പോ ഇതിപ്പോ ഇവിടെ അങ്ങനെ ടാപ്പ് ആയാൽ നമുക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ മൊബൈലിലോട്ട്. ട്രേഡിംഗ് മൊബൈലിൽ ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ ആ മൊബൈലിലോട്ട് നോട്ടിഫിക്കേഷൻ വരും ടാപ്പ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ സൈഡിൽ കണ്ടു ഒരു ക്ലോക്കിന് സിമ്പിൾ ഉണ്ട് അലേർട്ട്സ് പറഞ്ഞിട്ട്. ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് അലേർട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കാണുന്നില്ല, ഞാൻ മൗസ് പോയിന്റർ കാണുന്നുണ്ടോ? ഇവിടെ കണ്ടോ ഒരു ക്ലോക്കിന്റെ സിമ്പിൾ അലേർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ കോർണറിൽ കണ്ടോ? അത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് രണ്ട് അലേർട്ടാണ് ഇവിടെ കണ്ടോ, USD JPY ലോ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഹൈ ടാപ്പ്, രണ്ട് നമ്മളിപ്പോ സെറ്റ് ചെയ്ത രണ്ട് അലേർട്ടുകളാണത്. കാണുന്നുണ്ടോ? ഓക്കെ, ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സെറ്റ് ചെയ്ത അലേർട്ടുകൾ ഇവിടെ ഫുൾ അതാ ഇതിപ്പോ ആക്റ്റീവ് ആയിട്ടുള്ള അലേർട്ടാണ്. ഓക്കെ, ഇതിൽ ലോഗിൽ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി ടാപ്പ് ചെയ്ത് കഴിഞ്ഞ എടുത്തു കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള അലേർട്ട്സുകൾ നമുക്ക് കാണാം. അത് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ രണ്ട് ആക്റ്റീവ് ചെയ്ത അലേർട്ടുകളാണത് കണ്ടോ, പ്രീവിയസ് അതായത് USD JPYയുടെ ലോ ടാപ്പ് അതേപോലെ USD JPYയുടെ ഹൈ ടാപ്പ്, ഈ രണ്ട് അലേർട്ടാണ് ഇപ്പൊ നമ്മൾ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഇനി മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ ഒന്ന് ടാപ്പ് ആയാൽ USD JPY ലോ ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അലേർട്ട് നമുക്ക് വരും, നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഇതൊരു ലിക്വിഡിറ്റി ആണ്. ഈ ഒരു ലോ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? അല്ലേ? അതായത് ലോ എടുത്താൽ ഹൈ ചെറിയൊരു മൂവ്മെന്റ്സേലും മേലോട്ട് ഫുള്ളായിട്ട് ഇത്രയും പോകണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ലോ എടുത്തിട്ട് ലിക്വിഡിറ്റി ആണ്, ഈ ഒരു പ്രീവിയസ് ഡേ ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് ചെറുതായിട്ടെങ്കിലും മാർക്കറ്റ് ഒന്ന് പോകും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മേലോട്ട്.
അല്ലെ, ലോ എടുത്തിട്ട് മേലോട്ട് പോകുന്നു. അതേപോലെ ഇനി സപ്പോസ് ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എന്താ ടാപ്പ് ചെയ്തത്, ഈ ഒരു ഹൈ ആണ് ടാപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് നമ്മൾ ചെറിയൊരു മൂവ്മെന്റ്സ് താഴോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൈ എടുത്തിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സെല്ലല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാല് ഇത് നമ്മൾ അലേർട്ട് ഇട്ട് വെക്കണ പറഞ്ഞില്ല, ഈ അലേർട്ട് ഇട്ട് വെച്ചിട്ട് ഈ രണ്ട് ഏതെങ്കിലും ഒരു അലേർട്ട് ടാപ്പ് ആയിട്ട് നമ്മൾ അപ്പ് നോക്കിയാൽ മതി മാർക്കറ്റിൽ. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ജസ്റ്റ് മോർണിംഗ് തന്നെ ജസ്റ്റ് പ്രീവിയസ് ഡേ ക്യാൻഡിലിന്റെ ഹൈ ലോ മാർക്ക് ചെയ്തിട്ട് അലേർട്ട് ഇട്ട് വെക്കാം. 1-2 പെയർ എടുത്താൽ മതി, കുറെ പേഴ്സ് എടുക്കണം എന്നില്ല, 1-2 പേഴ്സ് മാത്രം ഫോക്കസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ലോ 2 പെയറിലും മാർക്ക് ചെയ്ത് വെക്കാം. ടോട്ടൽ 4 അലേർട്ട് ഇട്ട് വെച്ച് വെക്കാൻ പറ്റും. ഓക്കെ, അത് ഇട്ട് വെച്ചിട്ട് ദെൻ മാർക്കറ്റ് ആ ഒരു ഹൈയോ ലോ ഏതാണോ, എങ്ങനെയാ, അതെ 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 അതെ. ഇപ്പൊ USD ജാപ്പയിൽ നമ്മൾ 2 അലേർട്ട് ഇട്ട് വെച്ചു, ഇവിടെ ഒന്നും ഹൈയും ലോയും ഓരോന്നിട്ട് വെച്ചു. ഓക്കെ, അതാ രണ്ട് പെയർ ഫോക്കസ് ചെയ്താൽ മതി. അതാവുമ്പോൾ നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും മാനേജ് ചെയ്യാൻ പറ്റും. കൂടുതൽ പേഴ്സ് ആവുമ്പോഴേ നമുക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ ടാപ്പ് ആയിട്ട് അല്ല സോറി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ടാപ്പ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 50 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്യണം. ഓക്കെ, 50 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്യാം. ദെൻ 50 മിനിറ്റിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക, ഇപ്പൊ ഞാൻ ഇതിവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഡേന്റെ ഹൈ. ഓക്കെ, ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ടാപ്പ് ആയ ലൈന്, ഇതാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്, ജസ്റ്റ് മാറ്റി വരച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ 50 മിനിറ്റിൽ പോയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക, മാർക്കറ്റ് ഇങ്ങനെ മേലോട്ട് വന്നിട്ട് ഇതാ ഇങ്ങനെ ടാപ്പ് ആയത്. ഇതാണ് ഇപ്പൊ പ്രീവിയസ് ഡേ ഹൈ ടാപ്പ് ആയത്. ഈ ക്യാൻഡിൽ ടാപ്പ് ആയില്ലേ, മൺഡേത്തെ ക്യാൻഡിൽ, ഇത് ഫ്രൈഡേത്തെ ക്യാൻഡിലിന്റെ ഹൈ ആണിത്, ഹൈ വരച്ച ലൈനാണ് ഇവിടെ. ഓക്കെ, അത് മൺഡേയിലുള്ള ക്യാൻഡിൽ, ഇപ്പൊ ഈ റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏതാണ് ടൈം ഫ്രെയിം, 50 മിനിറ്റിലുള്ള മൺഡേ ക്യാൻഡിൽസ് 50 മിനിറ്റിൽ റൺ ആയി ഇവിടെ ടാപ്പായി, ഈ ലൈന് ടാപ്പായി, ഇങ്ങനെ ടാപ്പായി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ അങ്ങനെ ടാപ്പ് ആയി കഴിഞ്ഞാല് നമുക്കൊരു കൺഫർമേഷൻ വേണം. അതായത് മാർക്കറ്റ് ഈ ഒരു ഹൈ റെസ്പെക്ട് ചെയ്തിട്ട് താഴോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ ഇത് ഫെയിൽ ആക്കിയിട്ട് മേലോട്ട്, അതായത് ഇത് ഇങ്ങനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് പോകാനാണ് മാർക്കറ്റ് ഉദ്ദേശിക്കേണ്ടത്, അതോ ഇനി ഇത് റെസ്പെക്ട് ചെയ്യാതെ മേലോട്ടാണോ പോകുന്നത് നമുക്ക് കൺഫേം ആക്കണം, അല്ലേ? മാർക്കറ്റ് ഈ പ്രീവിയസ് ഡേന്റെ ഹൈ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ആക്കണം. ഓക്കെ, അതിന്റെ ബേസിലാണ് നമ്മൾ എൻട്രി തീരുമാനിക്കുക. അതായത് ഈ ഒരു നമ്മൾ ഡയറക്ട്ലി നോർമൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേന്റെ ഹൈ എടുത്തിട്ട് നിങ്ങൾ സെല്ല് മാത്രം നോക്കുക, ഇങ്ങനെ ഈ ഒരു സെൽ സൈഡ് മാത്രം ഫോക്കസ് ചെയ്യാന്നാണ് നോർമലി പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ പ്രീവിയസ് ഡേന്റെ ഈ ലോ ഓൺ ടാപ്പ് ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബൈ സെറ്റപ്പ് മാത്രം നോക്കുക, ആ രീതിക്കാണ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ ഇതിൽ എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് പ്രീവിയസ് ഡേന്റെ ഹൈ ആണ് ടാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ റെസ്പെക്ട് ചെയ്തിട്ട് സെല്ലാണോ ചാൻസ്, അതോ ഇനി അത് ഫെയിൽ ആക്കിയിട്ട് ബൈ പോകാനാണോ ചാൻസ്, നമ്മൾ വെയിറ്റ് ചെയ്യും കൺഫർമേഷൻ ആയിട്ട്. ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ യൂസ് ചെയ്യുന്ന കൺഫർമേഷൻ എന്താന്ന് വെച്ചാല് ഇവിടെ ഒന്ന് ടാപ്പ് ആയില്ലേ, ഈ 50 ഡെയിലിയുടെ പ്രീവിയസ് ഡേന്റെ ഹൈ ടാപ്പ് ആയില്ലേ, ടാപ്പ് ആയതിനു ശേഷം ആ ടാപ്പ് ആയതിന്റെ അവിടുന്ന് എന്താ ചെയ്യുക, താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിക്വിഡിറ്റി പോയിന്റ് ഒന്നുകിൽ എന്താവാം, FEG ആവാം, ഒന്നുകിൽ സ്വിംഗ് ലോ ആയിരിക്കും. ഈ രണ്ട് സ്വിംഗ് ഹൈ ആവാൻ ചാൻസ് ഇല്ല, കാരണം ഒന്നുകിൽ ഈ സ്വിംഗ് ലോ FEG ഇല്ല എന്നുണ്ടെങ്കിൽ സ്വിംഗ് ലോ അല്ലെങ്കിൽ FEG അതാവാനല്ല ചാൻസ് ഉള്ളൂ. ഒരു മിനിറ്റ്, ഓക്കെ, 2 ഓപ്ഷൻ ആണുള്ളത്. അതായത് ഇപ്പോൾ ഈ ടാപ്പ് ആയത് 50 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഇത് ടാപ്പ് ആകുമ്പോഴാണ് നമുക്ക് അലേർട്ട് വരിക. ഓക്കെ, പ്രീവിയസ് ഡേന്റെ ഹൈ ടാപ്പ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള അലേർട്ട് വരും.
സോ ഇത് ടാപ്പ് ആയതിനു ശേഷം നമ്മൾ ഇവിടുന്ന് താഴോട്ട് നോക്കാം. ടാപ്പ് ആയത് മുതൽ താഴോട്ടാണ് നോക്കേണ്ടത്. ഈ ടാപ്പ് ആയതിന്റെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. അത് ഫെയിൽ ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ സപ്പോസ് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് മാർക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ ലിക്വിഡിറ്റി പോയിന്റ് ഏതായിരിക്കും? സ്വിംഗ് ലോ. ഓക്കെ, ഈ സ്വിംഗ് ലോ ആയിരിക്കും. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഒന്നെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വിംഗ് ലോ മാർക്ക് ചെയ്യുക, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്ക് ചെയ്യുക. ഞാൻ രണ്ട് എക്സാമ്പിളും കാണിച്ചു തരാം. ഓക്കെ, ആ ഇല്ല 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 ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. മനസ്സിലായില്ല? അതായത് ഇപ്പൊ ഇങ്ങനെ രണ്ട് FEG ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ടാന്നോ? ഇങ്ങനെ ചാൻസ് ഉണ്ടാവുന്നതാണോ? ഇങ്ങനെ ചാൻസ് ഉണ്ടോ വെച്ചാൽ നമ്മള് കൺഫർമേഷൻ ടു ക്യാൻഡിൽ റിജക്ഷൻ എന്നുള്ള ഒരു സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മളെ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അതായത് ഈ ഒരു ബേസിക്കലി അങ്ങനെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഡിസ്റെസ്പെക്ട് ചെയ്താൽ പിന്നെ സെല്ല് പോകാനാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത്, അത് ഫെയിൽ ആക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ റെക്കോർഡിങ്സിൽ പഠിപ്പിച്ച് തന്ന ഫെയിൽ ആക്കലല്ല, നമുക്ക് വേറൊരു മെത്തേഡ് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു ഫെയിൽ ആവുന്നത്, അതായത് കറക്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ ബോഡി ക്ലോസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫെയിൽ ആക്കിയെന്ന് കൺഫേം ആക്കാം. അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഏർലി നേരത്തെ എൻട്രി എടുക്കാൻ, എൻട്രി പ്ലാൻ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ എന്ത് കൺഫേം ആയാൽ മതി? ഫസ്റ്റത്തെ ലിക്വിഡിറ്റി. ഇത് ടാപ്പ് ആയത് മുതലുള്ള ഫസ്റ്റത്തെ ലിക്വിഡിറ്റി. ഇവിടെ ടാപ്പ് ആയപ്പോൾ ഇവിടെയുള്ള ഫസ്റ്റ് ലിക്വിഡിറ്റി ഏതാണ്? ഈ ഒരു ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതല്ലേ? ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആക്കിയെന്ന് കൺഫേം ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽ സെറ്റപ്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഇനിയിപ്പോ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ രണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പ്ലാൻ ചെയ്യേണ്ടത്? ഈ സ്വിംഗ് ലോ ഫെയിൽ ആയി എന്ന് കൺഫേം ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽ സെറ്റപ്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെയാണ് പ്രീവിയസ് ഡാൻഡ് ലോ ഉണ്ടല്ലോ. അപ്പൊ ഇതില് ഈ കാണിച്ചു തന്ന സെറ്റപ്പ്, ഇപ്പൊ നമ്മൾ ഹൈ എടുത്തതിനുള്ള സെറ്റപ്പ് അല്ലേ ഇപ്പൊ ഇതുവരെ കാണിച്ചു തന്നത്? ഇങ്ങനെ ഹൈ എടുത്തിട്ടുള്ളതല്ല കാണിച്ചു തന്നത്. ഇനി സപ്പോസ് ലോ ആണ് എടുക്കുന്നുണ്ടെങ്കിലോ, ഇതേപോലെ 50 മിനിറ്റിൽ വന്നിട്ട് എന്ത് ചെയ്തു? പ്രീവിയസ് ക്യാൻഡലിന്റെ ലോ എടുത്തു. സോ നമ്മൾ എന്ത് വെയിറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ എന്താണ് സ്വിംഗ് ഹൈ അല്ലേ? ഡൗട്ട് ഉണ്ടോ എന്തേലും? ഓക്കെ, സോ ഈ രണ്ട് രീതിക്കാണ് നമ്മൾ നോക്കണം. അപ്പൊ ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മൾ കൺഫേം ആക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ ടാപ്പ് ചെയ്താലും പ്രശ്നമില്ല, ലോ ടാപ്പ് ചെയ്താലും പ്രശ്നമില്ല. അവിടുന്ന് പിന്നെ മാർക്കറ്റ് ബൈ ആണോ നോക്കേണ്ടത്, സെല്ലാണോ നോക്കേണ്ടത്, എങ്ങനെയാണ് കൺഫേം ആക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഇവിടെ ടാപ്പ് ആയിട്ട് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഓക്കെ, ഇതിൽ ഈ ഒരു പ്രൈസ് ഇവിടെ നിന്ന് ടാപ്പ് ആയാൽ ഇപ്പൊ നമുക്കിവിടെ ഒരു ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഫെയർ വാല്യൂ ആപ്പ് ആണെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ഫസ്റ്റ് ഒരു ഫെയർ വാല്യൂ ആപ്പ് ഉണ്ട്. ഇത് എന്ത് ചെയ്തു? ഈ ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് ഇത് ഫെയിൽ ചെയ്തിട്ട് ഇങ്ങനെ പോയി, ഇങ്ങനെ ഫെയിൽ ആക്കി. നമ്മുടെ ഒരു ഫെയിൽ ആവണ മെത്തേഡ് പ്രകാരം ഇത് ഫെയിൽ ആയാൽ ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 50 മിനിറ്റിലോ 30 മിനിറ്റിലോ ഞാൻ പറഞ്ഞുതരാം ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബൈ സെറ്റപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ക്ലിയർ ആണ് ഇത്? അതായത് നമ്മള്
ലിക്വിഡിറ്റി എടുത്തിട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ സെറ്റപ്പ് പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ ലിക്വിഡിറ്റി, ലോ ലിക്വിഡിറ്റി എടുത്തിട്ട് ബൈ പോകുന്നല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ബൈ പോകണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ഫെയിൽ ആക്കണം? സെല്ലിക്ക് പോകാനുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് ഫെയിൽ ആക്കണം അല്ലേ? ഓക്കെ, ഇവിടെ സെല്ല് പോകാനുള്ള ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകാനാണ് അല്ലേ? ഓക്കെ, അതെ. അപ്പൊ നമ്മൾ എന്താണ് വെയിറ്റ് ചെയ്യേണ്ടത്? ഇത് ഇങ്ങനെ സെല്ല് പോവാൻ ചാൻസ്, ഇത് ഫെയിൽ ആവണം. ഈ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, ഈ ഒരു സെല്ല് പോവാനുള്ള ഈ ഒരു പോസിബിലിറ്റി, ഇത് ഫെയിൽ ആവണം. അതായത് ചിലപ്പോൾ ചെറിയൊരു റിയാക്ഷൻ ഇങ്ങനെ താഴോട്ട് വരാം, എന്നിട്ട് ഇത് ഫെയിൽ ആവും. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആവും. ഓക്കെ, ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് വരുന്നത്, അതായത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആയി എന്ന് നമ്മൾ കൺഫേം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് എടുത്തിട്ട് ബൈ സെറ്റപ്സ് നോക്കാം. ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ചിലപ്പോൾ എന്താവാം? ഈ ഒരു സ്വിംഗ് ലോ ആയിരിക്കാം. ഒന്നുകിൽ എന്തായിരിക്കും? ഈ സ്വിംഗ് ലോ എടുത്തിട്ട് ബൈ പോവായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ചിലപ്പോൾ ഇതിന്റെ ഉള്ളിലായിട്ട് തന്നെ എന്തെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, റിവേഴ്സിൽ പോലെ, അതായത് ഇതിൽ ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. മനസ്സിലായോ? ഇത് ഫെയിൽ ആക്കാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അതായത് സെല്ല് ഫെയിൽ ആക്കാൻ വെയിറ്റ് ചെയ്യാം. രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി, അതായത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ റെസ്പെക്ട് ചെയ്തിട്ട് റിവേഴ്സിൽ പോകാനുള്ള പോസിബിലിറ്റി. ഇനിയിപ്പോ റെസ്പെക്ട് ചെയ്തില്ല, നമ്മൾ എന്ത് ചെയ്തു? ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ 50 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ആയി. ഓക്കെ, ഇങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞ് ഇവിടെ നെക്സ്റ്റ് അഗൈൻ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്ലാൻ ചെയ്യാം? ഇവിടെ സെല്ല് പ്ലാൻ ചെയ്യാം. മനസ്സിലായില്ലേ? അതായത് ഇതിലുള്ള എല്ലാം നമ്മൾ കൺഫർമേഷൻ എടുക്കുന്നത് ഈ ഫസ്റ്റിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ടാപ്പ് ആയത് മുതലുള്ള ഫസ്റ്റ് ബാക്കിലോട്ട് നോക്കുമ്പോഴുള്ള ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇത് ഫെയിൽ ആണോ റെസ്പെക്ട് ചെയ്യാണോ എന്ന് ആദ്യം നമ്മൾ കൺഫേം ആക്കണം. അതിന്റെ ബേസിലാണ് നമ്മൾ അന്ന് ബൈ എടുക്കണോ സെല്ല് എടുക്കണോ എന്ന് തീരുമാനിക്കാം. മനസ്സിലായോ? ആശിംബ്രോ ക്ലിയർ ആണോ? ആ, ആ, അതായത് സെല്ല് ഓപ്പർച്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പ്രീവിയസ് നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഉണ്ടല്ലോ, പ്രീവിയസ് സ്റ്റാൻഡ് ലോ, അത് റെസ്പെക്ട് ചെയ്യാൻ മാർക്കറ്റിന് ഉദ്ദേശമില്ല. മാർക്കറ്റ് അഗെയിൻ സെല്ല് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് പ്ലാന്. ഇല്ലല്ല, അത്രയും നമ്മൾ ടാർഗറ്റ് ചെയ്യില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പ്രീവിയസ് ഇതിപ്പോ റെസ്പെക്ട് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെയിലിയുടെ ഇതിൽ കാണിച്ച പോലെ ഇവിടെ റെസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, ഇപ്പൊ ഈ ഒരു ലോ റെസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഡെയിലിയുടെ ഈ ഒരു ഹൈ വരെ നമ്മൾ ടാർഗറ്റ് ചെയ്യൂല. നമ്മൾ മാക്സിമം ഒരു ചെറിയ മാർക്കറ്റ് അൺകണ്ടീഷണബിൾ മാർക്കറ്റ് ആണ് ഓൾവേസ്. നമ്മൾ എത്ര നല്ല സെറ്റപ്പ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലും, എത്ര പ്രീമിയം സെറ്റപ്പ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലും മാർക്കറ്റ് വോൾട്ടൈലിറ്റി ഉള്ള മാർക്കറ്റാണ്. മാർക്കറ്റിന് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഏറ്റവും ചെറിയ മൂവ്മെന്റ്സ് നമ്മൾ എടുക്കുക, പെട്ടെന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സെറ്റപ്പ് എടുക്കുക, മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഇപ്പൊ നമ്മൾ പഠിച്ച പ്രകാരം നമ്മളെ IRL to ERL അപ്ലൈ ചെയ്തുകൂടെ? അതായത് ഇതൊരു 50 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് വിചാരിച്ചോ. അപ്പ് സൈഡിലോട്ട് ഫെയിൽ ആക്കിയിട്ട് നമുക്ക് ഇവിടെ 50 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. ഓക്കെ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? 1 മിനിറ്റിലെ നമ്മുടെ കൺഫർമേഷൻ പ്രകാരം നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തൂടെ? ഈ ഒരു ഹൈ വരെ ഇത് മതി നമുക്ക്. 1 മിനിറ്റിന്റെ പ്രകാരം ഒരു 1:3 1:2 മിനിമം നമുക്ക് പ്ലാൻ ചെയ്യാം. പോരെ? ഒരു 1:2 രീതിക്ക് നമ്മൾ ഡെയിലി കിട്ടി പോകണമെന്നുണ്ടെങ്കിൽ അതന്നെ ധാരാളമാണ്. ഇവിടുന്ന് ഇതാ 1 മിനിറ്റിന്റെ ബേസിൽ നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, ഇത് 50 മിനിറ്റിന്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഇവിടുന്ന് ഒരു 1 മിനിറ്റ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? IRL to ERL എന്നുള്ള ഇത് IRL അല്ലേ, FEG ഇന്നലെ പറഞ്ഞില്ല, IRL ഇന്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റി.
എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഈ ഒരു സ്വിംഗ് ഹൈ വരെ ഈ ഒരു മൂവ്മെന്റ്സ് എങ്ങനെയായാലും നടക്കാൻ ചാൻസ് ഉണ്ട്. ഹൈ പ്രോബബിലിറ്റി മൂവ്മെന്റ്സ് ആണത് ഈ ഒരു മൂവ്. ഓക്കെ, അപ്പൊ ഈ ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്തോടെ. ഇതാണ് നമ്മുടെ ഒരു എൻട്രി പ്ലാൻ ബൈ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി സെൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം? ഫസ്റ്റ് എഫ് ഇ ജി റെസ്പെക്ട് ചെയ്തിട്ട് IRL to ERL കംപ്ലീറ്റ് ആവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ ഫസ്റ്റ് എഫ് ഇ ജി നമ്മൾ മാർക്ക് ചെയ്യണ എഫ് ഇ ജി ഇല്ലേ, ടാപ്പ് ആയതിനു മുകളിലുള്ള ഫസ്റ്റ് എഫ് ഇ ജി, ഇവിടുന്ന് ടാപ്പ് ആയിട്ട് ഈ ഒരു ERL എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഈ ERL കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് എഫ് ഇ ജി. ഇനിയിപ്പോ എഫ് ഇ ജി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഈ ഒരു എഫ് ഇ ജി ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ, ജസ്റ്റ് ഒരു സ്വിംഗ് ഹൈ ആയിരിക്കും. എഫ് ഇ ജി ഇല്ലാതെ ജസ്റ്റ് ഒരു സ്വിംഗ് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ലിക്വിഡിറ്റി എടുക്കാൻ വെയിറ്റ് ചെയ്യാം? ഈ ഒരു ഹൈ, ഇതല്ല ലിക്വിഡിറ്റി. എഫ് ഇ ജി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ എടുക്കുന്നു, ഇതുവരെ പ്ലാൻ ചെയ്യാം. നമുക്ക് ഈ ഒരു ഹൈ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇവിടെ സ്വിംഗ് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ഒരു എൻട്രി പ്ലാന് നമുക്ക് സെല്ലായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അഷിം ബ്രോ ക്ലിയർ ആണോ? ഈ ഒരു രണ്ട് മെത്തേഡാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അലേർട്ട് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക 50 മിനിറ്റിൽ ഏതാണ് ഫസ്റ്റത്തെ ഫെയർ വാല്യൂ പ്രശ്നം. എക്സാമ്പിൾസ് കാണിച്ചു തരാം. എക്സാമ്പിൾസ് കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബേസിക്സ് പഠിച്ചില്ലേ, ഇനി ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കും. നമ്മൾ കൺഫർമേഷൻ, സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പഠിക്കാണ്ട്. അപ്പൊ അത് നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഫുൾ ആയിട്ട് അതിനായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചതാ. ഇന്നിപ്പോ ഞാൻ ജസ്റ്റ് ഇത് അപ്ലൈ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. ഇതിന്റെ ഓവറോൾ സ്ട്രക്ചർ, മാർക്കറ്റ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ ആയിട്ട് ഒരു ക്ലാസ് തന്നെ നാളെ നമുക്ക് വെക്കാം. ഓക്കെ, ഇത് ഇതുവരെ പറഞ്ഞ ക്ലിയർ അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ്. ഓക്കെ, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. USD JPYയിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു. എൻട്രീസ് കിട്ടും. നമ്മൾ ഒരു രണ്ട് പേരൊക്കെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എൻട്രീസ് കിട്ടും. ഇനിയിപ്പോൾ സപ്പോസ് ഒരു ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കുറേ പേയേഴ്സ് ആകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ കാണിച്ചു തരാം കുറച്ച് എക്സാമ്പിൾസ്. ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോ ഇത് 29-ാം തീയതിക്കത്തെ ക്യാൻഡിലാണ്. ഓക്കെ, കാണുന്നുണ്ടോ? 29-ാം തീയതി ബുധനാഴ്ചക്കത്തെ ക്യാൻഡിലാണ് ഇപ്പൊ ഈ ബിയറിഷ് ക്യാൻഡിലായിട്ട് കാണുന്നത്. ഒരു മിനിറ്റ്, ഓക്കെ, കാണുന്നുണ്ടോ ഈ ഒരു ബിയറിഷ് ക്യാൻഡില്? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ബുധനാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ട്രേഡ് ചെയ്യുന്ന ദിവസം ഏതാണ്? വ്യാഴാഴ്ചയാണ്. അപ്പൊ വ്യാഴാഴ്ച ആണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മള് ബുധനാഴ്ചക്കത്തെ ഹൈ ലോ മാർക്ക് ചെയ്തില്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ അലേർട്ട് ഇടും. ഇതാ ഇവിടെ ഇതിന്റെ ഈ ലൈനിന്റെ നേരെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ അലേർട്ടിന്റെ ഓപ്ഷൻ കാണും. പ്രീവിയസ് ഡാറ്റ ആയതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ അലേർട്ടിന്റെ ഓപ്ഷൻ വരും. ഇതിപ്പോ നമ്മള് ബാക്ക് ടെസ്റ്റ് അടിച്ചല്ല, ബാക്ക് ടെസ്റ്റ് അടിച്ചോ. അവിടെ സൈഡിൽ പ്ലസ് ബട്ടൺ കണ്ടോ? ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് അലേർട്ട് ഓപ്ഷൻ, ഇതിപ്പോ ബാക്ക് ടെസ്റ്റ് അടിച്ച ഡാറ്റ ആയതുകൊണ്ട് നമുക്ക് അലേർട്ടിന്റെ ഓപ്ഷൻ വരാത്തത് കേട്ടോ. നേരത്തെ കാണിച്ചു തന്ന പോലെ വരും. അത് ക്ലിയർ അല്ല അലേർട്ട് ഇടുന്നത്? ആ, ഓക്കെ. അപ്പൊ ഇതേപോലെ ഹൈയും ലോ നമ്മൾ മാർക്ക് ചെയ്യാം. പ്രീവിയസ് ഡേന്റെ ഹൈ, PDH എന്ന് ഷോർട്ട് ആക്കി വിളിക്കുന്നത്. പ്രീവിയസ് ഡേ ഹൈ ആൻഡ് പ്രീവിയസ് ഡേ ലോ. previous day high and previous day low.
ഇത് രണ്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ രണ്ട് അലേർട്ട് ഇട്ട് വെച്ചാൽ പിന്നെ അന്ന് ആ ഒരു അലേർട്ട് എപ്പോഴാണോ ടാപ്പ് ആവുന്നത് അപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഇരുന്നാൽ മതി. ഓക്കെ, ഡെയിലിയുടെ ഹൈയും ലോ ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. ദെൻ 50 മിനിറ്റിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. 50 മിനിറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക്. ഇപ്പൊ ഈ രണ്ട് ലൈൻസ് എന്താ മനസ്സിലായില്ലേ, ഈ ഒരു മുകളിലും താഴെ കാണുന്ന. ഓക്കെ, ഇനി നമ്മൾ പ്രീവിയസ് ഡേന്റെ ഹൈയും ലോയും ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ വ്യാഴാഴ്ച, ഇനി വ്യാഴാഴ്ചക്കത്തെ ക്യാൻഡിൽ ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇതുവരെ, അതായത് ഇതുവരെ ഈ ഒരു ക്യാൻഡിൽ വരെ, ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഉണ്ടോ, ഇതിന് തൊട്ട് മുകളിൽ ഈ ഒരു ഇതുവരെയാണ് ബുധനാഴ്ചക്കത്തെ ക്യാൻഡിൽ വരുന്നത്. ഇതിന് ശേഷം വ്യാഴാഴ്ചക്കത്തെ ക്യാൻഡിൽസ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇത് ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് ഇവിടുന്ന് മുതൽ ഫസ്റ്റ് ടാപ്പ് ആവുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടാണോ ഫസ്റ്റ് ടാപ്പ് ആവുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടാണോ ടാപ്പ് ആവുന്നത്, അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സൈഡിൽ ടാപ്പ് ആവാനാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ. ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടുള്ളത്, ലോ ടാപ്പ് ആയി. പ്രീവിയസ് ഡേന്റെ ആ ഒരു ലോ നമ്മൾ വരച്ച ലൈന് ടാപ്പ് ആയില്ല ഇവിടെ, ടാപ്പായി. സോ ടാപ്പ് ആയതിന്റെ അവിടുന്ന് ഏറ്റവും ലോവസ്റ്റിന്റെ അവിടുന്ന് വരുന്ന ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ആപ്പ് ഏതാണ് ഇവിടുന്ന്? ഇപ്പോ ഇതാ ഇവിടെയാണ് ഫസ്റ്റ് ടാപ്പ് ആയത് മാർക്കറ്റ്, ഇതാണ് ഫസ്റ്റ് ടാപ്പ് ആയത് അല്ലേ. ഈ ടാപ്പ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ടാപ്പ് ആവുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫെയർ വാല്യൂ ആപ്പ് എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ. അതായത് പറഞ്ഞ എല്ലാ ഫെയർ വാല്യൂ ആപ്സ് നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ കാണുന്നുണ്ടോ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഉണ്ട്. ഇവിടെ ടാപ്പ് ആയത് ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ നിലവിൽ നമ്മളെ ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ആപ്പ് ഇതല്ലേ, ഏത്? അല്ല, ടാപ്പ് ആയത് ഇതിപ്പോ ഇപ്പോഴാണ് ഈ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഒന്ന് ടാപ്പ് ആയത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ കൂടി, ഈ ടാപ്പ് ആയ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇതാ ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ, അതായത് ഇതിപ്പോ ക്ലോസ് ആയതുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ ഇതാണ് നമ്മൾ ഫെയർ വാല്യൂ ആപ്പ് ആയത് അല്ലേ. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയ മൊമെന്റിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോൾ എന്ത് വരാം, ഇങ്ങനെ വന്നൂടെ ഈ ഫെയർ വാല്യൂ ആപ്പില്. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മളെ ഫെയർ വാല്യൂ ആപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫെയർ വാല്യൂ ആപ്പ് ടാപ്പ് ആയ ഫെയിൽ ആവോ റെസ്പെക്ട് ചെയ്യോ നോക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, എഗെയിൻ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഇവിടെ താഴെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഫെയർ വാല്യൂ ആപ്പ് നമ്മൾ എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ഇപ്പൊ നമ്മൾ നിലവിലെ ഫെയർ വാല്യൂ ആപ്പ്, ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ആപ്പ് അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യാം. എഗെയിൻ മാർക്കറ്റ് വേറൊരു ഫെയർ വാല്യൂ ആപ്പ് ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫെയർ വാല്യൂ ആപ്പ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതാണ് ഇപ്പൊ നമ്മളെ ലേറ്റസ്റ്റ് ഫെയർ വാല്യൂ ആപ്പ്. ഓക്കെ, ഇപ്പൊ ഏതാണ്, എഗെയിൻ ഷിഫ്റ്റ് ആയല്ലോ. ഇതല്ലേ നമ്മളെ ലേറ്റസ്റ്റ് ഫെയർ വാല്യൂ ആപ്പ്. ഇപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, ഈ ഫെയർ വാല്യൂ ആപ്പിൽ പോയിട്ട് ഇങ്ങനെ ഈ ഒരു സ്വിംഗ് ലോ വരെ, ഈ ഒരു മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇപ്പൊ ഫെയർ വാല്യൂ ആപ്പിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അല്ലെ, ഫെയർ വാല്യൂ ആപ്പിൽ ടാപ്പ് ആയില്ലേ. ഓക്കെ, ഫെയിൽ ആക്കിയും ചെയ്തു. ഫസ്റ്റ് ഫെയർ വാല്യൂ ആപ്പ് ഫെയിൽ ആക്കിയില്ല, ഇപ്പോ റെസ്പെക്ട് ചെയ്തോ ഫസ്റ്റ് ഫെയർ വാല്യൂ ആപ്പ്? ബോഡി ക്ലോസ് വന്നു. ബോഡി ക്ലോസ് വന്നത് മാത്രല്ല, ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തു, അപ്പ് സൈഡിലോട്ട് ഒരു റെഫ്യൂജ് ക്രിയേറ്റ് ചെയ്തില്ലേ ഇവിടെ മേലോട്ട് പോവാന്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് സെറ്റപ്പ് ഇനി പ്ലാൻ ചെയ്യാം, അതെ ഈ FEG ടാപ്പ് ആയാൽ നമ്മൾ ഇനി ബൈ സെറ്റപ്സ് നമുക്ക് പ്ലാൻ ചെയ്തൂടെ. ഈ FEG ഫെയിൽ ആക്കി, സെൽ സൈഡിലോട്ട് പോകാനുള്ള FEG ഇനി മാർക്ക് ചെയ്യണ്ട. ഇനി നമ്മൾ ഒന്ന് സെല്ലിൽ പോവാൻ ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിരുന്ന ഈ ഒരു FEG ഉണ്ടല്ലോ, ഈ ഒരു ബിയറിഷ് ക്യാൻഡിലിന്റെ FEG, ഫസ്റ്റ് മാർക്ക് ചെയ്ത FEG, അത് ഇവിടെ ഫെയിൽ ആക്കി ബോഡി ക്ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു സെൽ സൈഡ് എൻട്രി സെറ്റപ്സ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യുക ഈ ഒരു ബൈ സൈഡിലേക്കുള്ള ഈ ഒരു FEG-നെയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ വെയിറ്റ് ചെയ്യേണ്ടത്, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു മൂവ് അല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, നമ്മൾ ട്രേഡ് നോക്കാനായിട്ട്. ഓക്കെ, സോ അത് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇതിപ്പോ 50 മിനിറ്റിന്റെ ചാർട്ട് അല്ലേ, നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുക 1 മിനിറ്റിലാണ്.
ടാപ്പ് ആയില്ലേ? ഇവിടെ കണ്ടോ 50 മിനിറ്റിലെ ടാപ്പ് ആയത്? ഇത് നമ്മൾ 50 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പാണ്. കാണുന്നുണ്ടോ? മൈന്യൂട്ട് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ടാപ്പ് ആയി പോയത്. കണ്ടോ? കാണുന്നില്ലേ? ആ FPGയിൽ വന്നിട്ട് ഇതാണ് നമ്മളെ FPG. അതെ അതെ അതെ, കറക്റ്റ് കിട്ടൂല. ഈ FPG നമുക്ക് ഇവിടെ ജസ്റ്റ് അലേർട്ട് ഇട്ട് വെച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ 50 മിനിറ്റിൽ ഒരു അപ് ട്രെൻഡ് ഒരു FPG വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ പറഞ്ഞ പോലെ ഈ FPGന്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ബോക്സിന്റെ ഏറ്റവും ഓപ്പണിംഗ് പ്രൈസ്, അതിന്റെ നേരെ നമുക്ക് ഇതേപോലെ അലേർട്ട് ഇട്ട് വെക്കാൻ പറ്റും. ഇങ്ങനെ അലേർട്ട് ഇട്ടിട്ട് ഇതിൽ അലേർട്ട് എന്നുള്ള നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന പോലെ FPG ടാപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും കൊടുത്തിട്ട് അലേർട്ട് ഇട്ട് വെച്ചിട്ട് അവിടെ എപ്പോഴാണോ ടാപ്പ് വന്നത് അപ്പോൾ മാർക്കറ്റിൽ ഇരുന്നാൽ മതി. നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ചാർട്ടിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? സോ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മിനിറ്റിൽ പോയിട്ട് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ 1 മിനിറ്റിൽ നമ്മൾ എൻട്രി പ്ലാൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ എന്ന് പറഞ്ഞുള്ള എൻട്രി പ്ലാൻ ആണ്. ഇതില് ഓക്കെ, ഇവിടെ ആയിരിക്കും നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവുക. ഈ രീതിക്ക് നമ്മൾ എൻട്രി ഇടും. ഇനിയിപ്പോ നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്, 50 മിനിറ്റിന്റെ ഹൈ അല്ലേ, ഇതല്ലേ നമ്മളെ TP നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് TP പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മിനിമം 1:2 RR ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇതിപ്പോ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1:2 വരൂല. ഇതിപ്പോ 1:1 താഴെ ആയിട്ടായിരിക്കും. നമ്മൾ മിനിമം എന്ത് ചെയ്യാം, എങ്ങനെ അല്ല നമ്മുടെ മറ്റേ ഇതിലാണ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല RR. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മിനിമം 1:2 RR എടുക്കുക. ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്, അതായത് ഇതിന്റെ ഹൈ 50 മിനിറ്റിന്റെ ഹൈ TP സ്വിങ് ഹൈ വരുന്നത് കുറച്ച് മുകളിലായിട്ടാണ്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്തിട്ട് നമ്മളെ TP ഇതൊക്കെയാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു, 1:2 മേലെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി നമ്മളെ സെറ്റപ്പ് പ്രകാരം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഹൈ എടുത്തിട്ട് മാർക്കറ്റ് പിന്നെ താഴെ പോവാം. അതായത് മാർക്കറ്റ് ഈ നെക്സ്റ്റ് ലിക്വിഡിറ്റി എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ പോവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഹൈ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതാണല്ലോ IRL to ERL എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആയാലേ 50 മിനിറ്റിന്റെ ബേസ് പ്രകാരം ഇത് ടാപ്പ് ആയാലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സേഫ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ വെക്കുക. നമ്മൾ എൻട്രി എടുത്തത് എവിടെയാണോ അവിടുന്ന് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യാൻ വെക്കുന്നത്. ബ്രേക്ക് ചെയ്യാൻ വെക്കണം എന്ന് അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ പേഴ്സണലി ബ്രേക്ക് ചെയ്യാൻ വെച്ചിട്ടാണ്. കാരണം നമുക്ക് ഡെയിലി സെറ്റപ്സ് കിട്ടും. ഒരു 2 പേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ 1-2 ദിവസങ്ങളിൽ ഇഷ്ടം പോലെ സെറ്റപ്സ് കിട്ടും നമുക്ക്. ഈ ഒരു 50 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലായതുകൊണ്ട് വല്ലാതെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല രീതിക്ക് സെറ്റപ്സ് കിട്ടും. സോ നമുക്ക് എന്ത് സാവധാനം ഒരു മന്ത്ലി വൈസ് നോക്കണമെങ്കിൽ തന്നെ 1:2 RR ഫിക്സ്ഡ് എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുത്ത് പോവാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഏറ്റവും ബെറ്റർ എന്താണ്, ഈ ഒരു IRL to ERL കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ വെക്കുക. നമ്മൾ എന്ത് ചെയ്യാം, RR വെക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്തിട്ട് 1:2 ആ ഒരു രീതിക്ക് തന്നെ വെക്കുക. ഓക്കെ, ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്തു. ഇതാ ഇപ്പൊ ഈ ഒരു IRL to ERL ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. ഈ ക്യാൻഡിൽ ടാപ്പ് ചെയ്തുണ്ടോ? ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മിനിമം 1:2 RR അത് ഇവിടുന്ന് ടാപ്പ് ആയ നമ്മളന്ന് ട്രേഡ് കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണോ? ഇതാണ് നമ്മളെ എൻട്രി സെറ്റപ്സ്. റിവേഴ്സൽ എൻട്രി പ്ലാൻ, ഫെയർ വാല്യൂ ആപ്പ് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുള്ള എൻട്രി മെത്തേഡ്. മനസ്സിലായോ? ഈ എൻട്രി എങ്ങനെയാണ് ഇവിടുന്ന് കറക്റ്റ് എടുക്കുക എന്നുള്ളത്, എന്തിന്റെ ബേസിലാണ് ഈ ഒരു ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ നാളെ പറഞ്ഞുതരാം. ഒരു എൻട്രി കൺഫർമേഷൻ നാളെ ഞാൻ പറഞ്ഞുതരാം ചേട്ടാ. സ്ട്രക്ചർ മനസ്സിലായില്ല, നമ്മൾ ആ ഒരു ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, അഷിം ബ്രോക്ക് ക്ലിയർ അല്ലേ? അതെ അതെ, 1 മിനിറ്റിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. നമ്മൾ കൂടുതൽ ടൈം ഒന്നും അത്ര സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അഷിം ബ്രോ ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ കാണിച്ചത് എങ്ങനത്തെ എൻട്രി സെറ്റപ്സ് ആണ്. അതായത് 50 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പ് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതല്ല കാണിച്ചത്. അതായത് ഈ ഒരു ഡെയിലിയുടെ ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത ഡെയിലിയുടെ ലോ അല്ലേ, പ്രീവിയസ് ക്യാൻഡിലിന്റെ,
അത് റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഓപ്പോസിറ്റ് എൻട്രി അല്ല നമ്മൾ പ്ലാൻ ചെയ്തത്, നമ്മൾ ഇപ്പോൾ കാണിച്ചു തന്നത്. ഇനി സപ്പോസ് ഈ ഒരു ഡെയിലിയുടെ ഫെയർ വാല്യൂ അപ്പോൾ റെസ്പെക്ട് ചെയ്ത മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടിന്യൂഷൻ ട്രേഡ് എന്ന് പറയും. ഓക്കെ, അതിനുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ലോ എടുത്തിട്ട് ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. അതായത് പ്രീവിയസ് ഡേ ലോ എടുത്തിട്ട് പ്രീവിയസ് ഡേ ഹൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതാ നമ്മൾ ചെറിയ മൂവ്മെന്റ്സ് ക്യാച്ച് ചെയ്യാൻ ഇറങ്ങാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇതിൽ ഇതാ ഇങ്ങനെയല്ലേ ബ്രോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ഡേ ഹൈ വരെ ഇങ്ങനെ പ്ലാൻ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. കാരണം IRL to VRL എന്നുള്ളത് അവിടെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ചിലപ്പോൾ കുറച്ചുകൂടിയൊക്കെ മേലോട്ട് പോവാം, ഒരു 50% വരെയൊക്കെ മേലോട്ട് പോകാം. പക്ഷെ അത് നമുക്ക് എത്രത്തോളം പോകുന്നുള്ളത് നമ്മൾ അതിന് നിൽക്കൂല. നമ്മൾ മാക്സിമം ചെറിയ മൂവ്മെന്റ്സ് എടുക്കുക ഇറങ്ങുക എന്നുള്ള രീതിക്കാണ്. ഓക്കെ, ദെൻ ഓപ്പോസിറ്റ് എൻട്രി ഞാൻ കാണിച്ചു, അല്ല സോറി കണ്ടിന്യൂഷൻ ട്രേഡിന് ഒരു എക്സാമ്പിൾ കാണിച്ചു. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, കണ്ടിന്യൂഷൻ ട്രേഡ്. ഇത് പ്രീവിയസ് ഡേന്റെ ഹൈ ആണ്, മാർക്ക് ചെയ്ത് മനസ്സിലായില്ലേ? ഓക്കെ, ഇത് മാർക്ക് ചെയ്തു. ദെൻ ഇവിടുന്ന് നമ്മൾ പ്ലാൻ ചെയ്യുക എന്താണ്, ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഇവിടുന്ന് ടാപ്പ് ചെയ്തതിന്റെ ഇവിടുന്ന് ഫസ്റ്റ് വരുന്ന ലിക്വിഡിറ്റി പോയിന്റ് ഏതാണ്? സ്വിംഗ് ലോ അല്ലേ? ഓക്കെ, ഈ സ്വിംഗ് ലോ ഫെയിൽ ആവാനാണ് നമ്മൾ യൂഷ്വലി വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്വിംഗ് ലോ മാർക്ക് ചെയ്ത് വെച്ചു, അത് വെയിറ്റ് ചെയ്യുന്നുണ്ടോ നോക്കും, അല്ല സോറി ഫെയിൽ ആവുന്നുണ്ടോ നോക്കാം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, അപ്സൈഡിലോട്ട് ഒരു ഫെയർ വാല്യൂ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതും റെസ്പെക്ട് ചെയ്ത് മേലോട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട IRL to RL കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ സംഭവിച്ചത്, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫെയർ വാല്യൂ ആപ്പ് ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ആപ്പ് 50 മിനിറ്റിലുള്ള ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ആപ്പ് ആണിത്. ഇത് റെസ്പെക്ട് ചെയ്തിട്ട് എന്ത് കംപ്ലീറ്റ് ചെയ്തു? ഓക്കെ, ഈ ഒരു ഇത് സ്വിംഗ് ഹൈ എടുത്തില്ലേ, TP കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇവിടുന്ന് ഒരു സെറ്റപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ ബൈ IRL to RL കംപ്ലീറ്റ് ആയില്ലേ ഇവിടെ? ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് നമ്മൾ ബൈ ആണോ സെല്ലാണോ പിന്നെ ഫോക്കസ് ചെയ്യാം? അല്ല, റിവേഴ്സൽ വരാൻ ചാൻസ് ഇല്ല, നമ്മൾ ബൈ സെറ്റപ്സ് പ്ലാൻ ചെയ്യാണ്. അതായത് റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത് ഫെയിൽ ആവാനാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ടാപ്പ് ആവുമ്പോൾ ഇത് ഫെയിൽ ചെയ്തിട്ട് FEG ഇങ്ങനെയാണ് നോക്കുക പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, മാർക്കറ്റ് അഗെയിൻ പുഷ് ചെയ്ത് മേലോട്ട് തന്നെ പോവാണ്, റിവേഴ്സൽ പോകാൻ ചാൻസ് ഇല്ല മാർക്കറ്റ്. അതായത് ഈ ഒരു FEG കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ FEG to IRL to ERL എന്നുള്ളത് 50 മിനിറ്റിലെ ഒരു സൈക്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി. കംപ്ലീറ്റ് അല്ലേ? കണ്ടിന്യൂഷൻ ട്രേഡ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞത് ആ ലിക്വിഡിറ്റി റെസ്പെക്ട് ചെയ്തിട്ട് റിവേഴ്സിൽ പോകുന്നതാണ് അല്ലേ?
ഇത് എങ്ങനെയാ FEG-ലോ നമ്മുടെ ക്യാൻഡിൽസിന്റെ ഹൈ ഇതല്ലേ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? നേരത്തെ പറഞ്ഞതിനുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഡെയിലിയുടെ ഹൈ ടാപ്പായി, ഇതല്ലേ ടാപ്പായത്? ഇവിടുന്ന് ടാപ്പ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റിനല്ല വെയിറ്റ് ചെയ്യാം. ഇതല്ലേ ഫസ്റ്റ് ടാപ്പ് ആയത് മുതൽ നോക്കുമ്പോൾ ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഇതാണ്. പക്ഷെ അവിടേക്ക് വരാതെ മാർക്കറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തില്ല. ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇവിടുന്ന് ഇവിടെ എത്തി മാർക്കറ്റ് അഗൈൻ മേലോട്ട് പുഷ് ചെയ്തിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തില്ല. മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോ ഇവിടുന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ലിക്വിഡിറ്റി ഇപ്പൊ ഏതാണ്? FEG അല്ല. ഇപ്പൊ നിലവിൽ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമ്മള് നേരത്തെ FEG ഇങ്ങനെ മാറ്റി മാറ്റി വരച്ചോണ്ടിരുന്നില്ലേ? പുതിയ FEG ക്രിയേറ്റ് ചെയ്തപ്പോ അതാണ് ഫസ്റ്റത്തെ ലിക്വിഡിറ്റി, ലേറ്റസ്റ്റ് ലിക്വിഡിറ്റി എന്നുള്ള രീതിക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വരച്ചില്ലേ? ഇപ്പൊ നോക്കുമ്പോ ഫസ്റ്റ് ടാപ്പ് ആയ ലിക്വിഡ് ഏറ്റവും ലേറ്റസ്റ്റ് ലിക്വിഡിറ്റി ടാപ്പ് ആയത് ഏതാണ്? ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ല, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലേ? ഓക്കെ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പില്, അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലല്ല നമ്മൾ എൻട്രി നോക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ആയി കഴിഞ്ഞാൽ ഇത് നമ്മൾ നോക്കിയിരിക്കുക, ഇത് കംപ്ലീറ്റ് ആണോ അതോ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ട് താഴെ പോകണ്ടോന്ന്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയില്ലേ? കറക്റ്റ് ഇതിന്റെ താഴെ വന്നിട്ടില്ലല്ലോ. ഇവിടുന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ഇവിടെ ഇല്ല, അതായത് ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വരെ പോയില്ലേ? IRL to ERL കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ERL, അതായത് ഈ ഒരു TP അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യും, ബൈ സെറ്റപ്പിനുള്ള എൻട്രി. മനസ്സിലായോ? പിന്നെ വരുന്ന ഫസ്റ്റ് ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്യാം. 50 മിനിറ്റിലെ ഫസ്റ്റ് വരുന്ന ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്യാം. ഏതാണ്? ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ലിക്വിഡിറ്റി ഏത് വരുന്നത്? ഇതാണോ അതോ ഇതാണോ? ഏതായിരിക്കും? ഹൈ അല്ല, നമ്മൾ ലോ ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്സൈഡിലോട്ട് പോകുമ്പോൾ ലോ മാർക്ക് ചെയ്തിട്ട് ഇല്ലില്ല, അപ്സൈഡിലോട്ട് പോകുമ്പോൾ പിന്നെ ഹൈ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ലോ കിട്ടിയാൽ മതി. 3 ക്യാൻഡിൽ ഫോർമേഷനിലെ ലോ പ്രകാരം ലോ നമുക്കിവിടെ കിട്ടിയില്ലേ? ഈ ഒരു സ്വിംഗ് ലോ കിട്ടിയില്ലേ? ഓക്കെ, ഇപ്പൊ നിലവിൽ നമ്മളെ ലിക്വിഡിറ്റി ഇതാണ്. ഇനിയിപ്പോ മാർക്കറ്റ് മേലോട്ട് പോയിട്ട് ഇതാ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, ഇതാ അഗൈൻ ഇങ്ങനെ പോയാൽ നെക്സ്റ്റ് നമ്മളെ ലിക്വിഡിറ്റി നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്താക്കും? ഈ ഒരു FEG ആയിരിക്കൂലേ നമ്മുടെ നെക്സ്റ്റ് ലിക്വിഡിറ്റി. പിന്നെ ക്ലിയർ ആണോ? ഓക്കെ, ഇങ്ങനെ ഇതിങ്ങനെ ഒരു നെക്സ്റ്റ് ഒരു FEG ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ ലിക്വിഡിറ്റി ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ പിന്നെ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടുന്നാണ് ട്രേഡ് എൻട്രി പ്ലാൻ ചെയ്യാം. ഇപ്പൊ നിലവിൽ നമുക്ക് ലിക്വിഡിറ്റി ഏതാണ്? ഇവിടുന്ന് FEG ക്രിയേറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മളെ ലിക്വിഡിറ്റി ഏതാണ്? ഇതാണ്. ഇപ്പൊ നിലവിലെ ഡാറ്റ വെച്ചിട്ട് നമ്മളെ ലിക്വിഡിറ്റി ഇത് ടാപ്പ് ആയാൽ നമ്മൾ ബൈ സെറ്റപ്സ് പ്ലാൻ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ടാപ്പ് ചെയ്തോ? ഓക്കെ, ഫസ്റ്റ് ലിക്വിഡിറ്റി 50 മിനിറ്റിന് ടാപ്പ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇന്നലെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ സ്വിംഗ് ലോ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് നോക്കുക? അതിന്റെ തൊട്ട് മേലുള്ള ടൈം ഫ്രെയിം ഏതാണ്? 50 മിനിറ്റിന്റെ 30 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്സ് അതിനോട് അലൈൻ ചെയ്തിട്ട് ഏതെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടുന്ന് ഉണ്ടോ എന്നുള്ളത്. ഇതിലിപ്പോ വേറെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും ഇല്ലല്ലോ ഇവിടെ താഴെയായിട്ട്. കാണുന്നുണ്ടോ? അതായത് ഈ ഒരു സ്വിംഗ് ലോ നമ്മൾ മാർക്ക് ചെയ്തില്ലേ? അത് ഏതെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനോട് ചേർന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ? ഞാൻ ഇന്നലെ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് കാണിച്ചു തന്നില്ലേ? 50 മിനിറ്റിന്റെ ലോ വരുമ്പോ 30 മിനിറ്റിൽ പോകുമ്പോൾ അതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ കൂടി ആവുന്നു. ഓക്കെ, അതേപോലെ വന്നിട്ടുണ്ടോ നോക്കുക. അതേപോലെ ഇതിൽ വന്നിട്ടില്ലപ്പോ ഇല്ലല്ലോ, വേറെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കാണാൻ പറ്റണില്ലല്ലോ നമുക്ക്. ഓക്കെ, അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 1 മിനിറ്റിൽ തന്നെ എൻട്രി പ്ലാൻ ചെയ്യാം. 50 മിനിറ്റ് 1 മിനിറ്റ് എന്നുള്ള രീതിക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. നേരെ മറിച്ച് ഇങ്ങനെ ഈ ഒരു സ്വിംഗിലോ ടാപ്പ് ആകുമ്പോൾ നമ്മൾ 30 മിനിറ്റിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഇവിടെ 30 മിനിറ്റിന്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ടാപ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈം ഫ്രെയിമിലെ എൻട്രി നോക്കേണ്ടത്?
5 minutes. അല്ല 3 മിനിറ്റ് 1 അവറിന്റെ ബേസിലാണ്. 1 അവർ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല മെയിൻ ആയിട്ട്. നമ്മൾ 1 മിനിറ്റിലും 3 മിനിറ്റിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. ടൈം ഫ്രെയിം ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിൽ ലാസ്റ്റ് നോട്ട് ചെയ്ത് തരാം. 30 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുക 3 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ. 50 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുക 1 മിനിറ്റിൽ. ഓക്കെ, ഇപ്പൊ ഇതില് 30 മിനിറ്റിൽ ഫെയർ വാല്യൂ ആപ്പ് ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ തന്നെ നോക്കാം. 50 മിനിറ്റ് അതിന്റെ എൻട്രി ടൈം ഫ്രെയിം ആയിട്ട് 1 മിനിറ്റിൽ നോക്കാം. ഇപ്പൊ ഇവിടെ ടാപ്പ് ആയില്ലേ നമ്മുടെ സ്വിങ്ങിലോ, അപ്പൊ നമുക്ക് 1 മിനിറ്റിൽ പോവാം. ഓക്കെ, ഇവിടെയാണ് ഫസ്റ്റ് ടാപ്പ് ആയത്. ഇതല്ല ടാപ്പ് ആയത് സ്വിങ്ങിലോ. ഓക്കെ, ഇവിടുന്ന് എൻട്രി പ്ലാൻ കറക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ ക്യാൻഡിൽ വരെ ഇപ്പൊ ഇവിടെ എന്തൊരു IRL TRL കംപ്ലീറ്റ് ആയോ? ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് താഴെ വന്നില്ല, ഇതുവരെ കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതിൽ ഫെയിൽ ആക്കിയിട്ടില്ലല്ലോ നമ്മളെ സ്റ്റിൽ. നിങ്ങള് പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് FEG ഇത് ഫെയിൽ ആക്കാനായിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അത് എന്താണ് കൺഫർമേഷൻ ഞാൻ നാളെ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ ജസ്റ്റ് എൻട്രി പ്ലാൻ ചെയ്ത് നിങ്ങൾ എൻട്രി പ്ലാൻ ചെയ്യൂടായിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് FEG. ഇതാ ഇത് നമ്മുടെ ഫസ്റ്റ് FEG. ഇത് ഫെയിൽ ആക്കിയാൽ തന്നെ ഇവിടെ ആയിരിക്കും നിങ്ങൾ എൻട്രി പ്ലാൻ ചെയ്യുക അല്ലെ? ബോഡി ബ്രേക്ക് കിട്ടി ഇങ്ങനെ എൻട്രി പ്ലാൻ ചെയ്യൂലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷെ പുതിയ കോൺസെപ്റ്റ് 2 ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ പ്രകാരം നമുക്ക് സ്റ്റിൽ എൻട്രി കിട്ടിയിട്ടില്ല. നമ്മൾ എൻട്രി വരുന്നത് ഇവിടെ ആയിരിക്കും. നമ്മൾ സ്റ്റിൽ വെയിറ്റ് ചെയ്യും. ഇവിടെ ആയിരിക്കും നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവുക. ഇതായിരിക്കും നമ്മുടെ എൻട്രി പോയിന്റ് ഇവിടെ. അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നാളെ പറഞ്ഞുതരാം. ഇപ്പൊ അത് കൺഫ്യൂസിങ് ആവണ്ട. ഈ സ്ട്രക്ചർ മാർക്ക് ചെയ്യാനോ സ്ട്രക്ചർ ഫൈൻഡ് ചെയ്യാനോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇപ്പൊ. ഓക്കെ അല്ലേ? ഈ രീതിക്കായിരിക്കും നമുക്ക് ആ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞായിരുന്നു മിനിമം 1:2, മാക്സിമം പോയാൽ നമ്മൾ ഏതാ ടാർഗറ്റ് ചെയ്യേണ്ടത്? സ്വിങ് ഹൈ അല്ലേ? മിനിമം 1:2 എടുക്കുക. മിനിമം 1:2 എടുക്കുക. സ്റ്റോപ്പ് ലോസിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ. ഇല്ലല്ല 1:2 എടുത്തോ, പ്രശ്നമില്ല. ഇനിയിപ്പോ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ ഉള്ളൂ. 1:2 അറ്റ്ലീസ്റ്റ് എടുക്കണം, എന്നാലേ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് പ്രശ്നമില്ല. നമുക്ക് ആ 1:2 എടുത്തിട്ട് നെക്സ്റ്റ് ഇപ്പൊ 2 ദിവസം അടുപ്പിച്ച് ഒരു നമ്മള് 2 ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ മൂന്നാമത്തെ ദിവസം നമുക്ക് പ്രോഫിറ്റ് 1:2 മിനിമം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 2 ദിവസത്തെ പ്രോഫിറ്റ് അവിടെ റിക്കവർ ആവാണ് അല്ലെ? സോ ഈ ഒരു രീതിക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ഇത് TP അടിച്ചിട്ടോ നോക്കാം. ഓക്കെ, TP അടിച്ചില്ലേ? ഓക്കെ, ഈ രീതിക്കാണ് നമ്മൾ കണ്ടിന്യൂഷൻ ട്രേഡ് പ്ലാൻ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ എൻട്രി കൺഫർമേഷൻ എന്താന്നുള്ളത് നാളത്തെ ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഇതില് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി സ്ട്രക്ചർ 2 രീതിക്ക്, കണ്ടിന്യൂഷനും റിവേഴ്സലും. ഇപ്പൊ ലാസ്റ്റ് കാണിച്ചത് കണ്ടിന്യൂഷൻ, അതായത് ഡെയിലിയുടെ ഹൈ. ഇപ്പൊ ഹൈ അല്ല ഇവിടെ എടുത്തത്, ഇത് ഹൈ അല്ലേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ. ആ ഡെയിലിയുടെ ഹൈ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് റെസ്പെക്ട് ചെയ്തിട്ട് സെല്ല് പോവാൻ ചാൻസ് ഇല്ല മാർക്കറ്റിന്. നമ്മൾ ചാൻസ് ഇല്ല എന്നുള്ള രീതിക്ക് 50 മിനിറ്റിന്റെ ഒരു കൺഫർമേഷൻ ഒക്കെ നോക്കി എടുത്തില്ലേ? ഓക്കെ, അത് കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റിവേഴ്സിൽ നോക്കിയത്, പ്ലാൻ ചെയ്തത്. മാർക്കറ്റ് അഗെയിൻ ആ ഒരു ലിക്വിഡിറ്റി റെസ്പെക്ട് ചെയ്യാതെ മേലോട്ട് തന്നെയാണ് പോവാൻ പ്ലാൻ എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്തു? കണ്ടിന്യൂഷൻ ട്രേഡ് എടുത്തു. ഓക്കെ, ഈ ഇങ്ങനത്തെ ഇതിന്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ടൈം സ്റ്റാർട്ടിൽ സ്പെൻഡ് ചെയ്യണല്ലോ. ഇതിപ്പോ ഈ ഒരു ട്രേഡ് ആകെ എത്ര ടൈം എടുത്തിട്ടുള്ളത് അറിയോ? ഇത് 12:30 ഉച്ചക്ക് 12:30 ട്രേഡ് എടുത്താൽ ഇത് TP അടിക്കുമ്പോൾ എപ്പോഴായിരിക്കും? 1:30. 1 മണിക്കൂർ ആകെ ഈ ഒരു ട്രേഡ് ടൈം എടുത്തിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആകെ എന്തിനു വെയിറ്റ് ചെയ്താൽ മതി? ഈ ഒരു സ്ട്രക്ചർ ഫോം ആയാല് 50 മിനിറ്റിന്റെ ഇതേപോലെ നമ്മൾ ഫസ്റ്റത്തെ FEG റെസ്പെക്ട് ആണോ ഡിസ്റെസ്പെക്ട് ആണോ? ഇതിപ്പോ റെസ്പെക്ട് ആണ്. റെസ്പെക്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്തു. ദെൻ ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റിന്റെ ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അലേർട്ട് ഇട്ട് വെക്കുക.
ഇവിടെ ഒരു അലേർട്ട് ഇട്ട് വെക്കുക. ദെൻ ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1 മിനിറ്റിൽ നമ്മളെ എൻട്രി കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ നോക്കുക. ജസ്റ്റ് അവിടെ ഒരു ട്രേഡ് ഇടുക. ഇവിടെ സെറ്റ് ആൻഡ് ഫോർഗെറ്റ്, അതായത് TP-യോട് വെക്കുക. സ്റ്റോപ്പ് ലോസ് ഇതിന്റെ ഏറ്റവും ലോ തന്നെ വെക്കുക, സേഫ് ആക്കിയിട്ട്. ഇതാ ഇത്രയും സിമ്പിൾ ആയിട്ട് 2.5 RR 1:2.5 RR എന്ന് കിട്ടും. ജസ്റ്റ് ഒരു മണിക്കൂറിന്റെ കാര്യം. അതും ഈ ഒരു മണിക്കൂർ നിങ്ങൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടുന്ന് ട്രേഡ് ഇട്ട് സ്റ്റോപ്പ് ലോസും TP-യും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചാർട്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ അഷിം ബ്രോ? ഓക്കെ, എൻട്രി കൺഫർമേഷൻ അത് എങ്ങനെയാന്നുള്ളത്, സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ എന്നുള്ള നാളെ ഒരു ഫുൾ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ദെൻ അതിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈവായിട്ട് കുറച്ച് എക്സാമ്പിൾസും കാണിച്ചു തരാം. കണ്ടിന്യൂഷൻ ട്രേഡ് നോക്കുന്നതും റിവേഴ്സൽ ട്രേഡ് നോക്കുന്നതിനായിട്ടുള്ള എക്സാമ്പിൾസ് ലൈവായിട്ട് തന്നെ കാണിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നാളെ നൈറ്റ് തന്നെ വെച്ചൂടെ? 7. ഓക്കെ, ആ ആ അതെ അതെ. ആ ഒരു ഹൈയോ ലോ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഹൈയോ ലോ ഏതെങ്കിലും ഒന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ടാപ്പ് ആയാൽ ആ ഒരു ഹൈയോ ലോ റെസ്പെക്ട് ചെയ്യാണോ ഡിസ്റെസ്പെക്ട് ചെയ്യാണോ ഒന്ന് വെയിറ്റ് ചെയ്യും. ആ റിവേഴ്സലാണ്. റെസ്പെക്ട്, അതാണ് പ്രീവിയസ് ക്യാൻഡിലിനെ റെസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ ട്രേഡ് നോക്കുക. ഉണ്ട്. ആ ഒരു പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈയോ ലോയോ ടാപ്പ് ആയാലും നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. ബൈ ആണെന്നുണ്ടെങ്കിലും സെൽ ആണെന്നുണ്ടെങ്കിലും പറ്റും. നമ്മൾ അതാ പറഞ്ഞത്, ആ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി ഫെയിൽ ആണോ റെസ്പെക്ട് ആണോ എന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ല, രണ്ടും ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട്. ഒന്ന് ഫസ്റ്റ് കാണിച്ചത് ഫെയിൽ ആക്കി, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബൈ നോക്കിയില്ല നേരത്തെ. ഓക്കെ, ഇപ്പൊ ഇതിലെന്താ സംഭവിച്ചത്, ഇതില് എന്താ റെസ്പെക്ട് ചെയ്തു, 50 മിനിറ്റിന്റെ റെസ്പെക്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കണ്ടിന്യൂഷൻ തന്നെ നമ്മൾ നോക്കി. ഓക്കെ, രണ്ട് രീതിക്കും നമുക്ക് പ്ലാൻ ചെയ്യാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് ബ്രോ. ഇത് ഇല്ലില്ല, അങ്ങനെ ഒരു ടൈമിന് ഒരു പ്രശ്നമില്ല ഇതിൽ. അതാ ഞാൻ പറഞ്ഞത്. ബ്രോ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ടൈം ഇല്ല ഇതില്. നിങ്ങൾ എന്താ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, രാവിലെ ഒരു മോർണിംഗ് 8 മണി 7 മണിക്കൊക്കെ ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ഡേന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യാം. അന്ന് ഒരു വൈകിട്ട് ഒരു 5 മണി 6 മണി വരെ ആയിട്ടും മാർക്കറ്റിൽ ആ ഒരു ഹൈയും ലോയും ടാപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാതിരിക്കുന്നതായിരിക്കും റിസ്ക്. കാരണം ന്യൂസ് ഉണ്ടല്ലോ, ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ന്യൂയോർക്ക് ടൈമിലായിരിക്കും. അപ്പം നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡ് കിട്ടിക്കോണമെന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് നമുക്കിപ്പോ സെവൻ വേണ്ട. അതായത് നിങ്ങളിപ്പോ രാവിലെ ഒരു 6 മണിക്കാണ്, 2:30 മണി 3:30 മണിക്ക് പുലർച്ചെ മാർക്കറ്റ് നെക്സ്റ്റ് ഡേ ക്യാൻഡിൽസ് ഓപ്പൺ ആയി തുടങ്ങും. ഓക്കെ, അപ്പം മുതൽ നിങ്ങൾക്ക് അലേർട്ട് ഇട്ട് വെക്കാം. അപ്പം മുതൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലേർട്ട് ഇടാം. മാക്സിമം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഒരു 6 മണി 7 മണിന്റെ ഉള്ളിൽ മാർക്കറ്റ് പ്രീവിയസ് ഡേന്റെ ഹൈയോ ലോയോ ടാപ്പ് ആവാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ട്രേഡ് നോക്കണ്ടെന്നേ പറയുള്ളൂ. മാർക്ക് ചെയ്ത് വെക്കാം. പക്ഷെ അന്ന് ടാപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ നോക്കിയാൽ മതി. നെക്സ്റ്റ് ഡേന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഡേന്റെ ഹൈ ലോ മാർക്ക് ചെയ്യാം. അങ്ങനെ നോക്കിയാൽ മതി. അതാണ് ഒന്നൊരു ബെറ്റർ. കാരണം നമുക്ക് പിന്നെ ഈ നൈറ്റ് ഒക്കെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഈ വോളിയം കുറഞ്ഞിട്ട് ഇങ്ങനെ ആ ചാർട്ടിൽ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അല്ലാതെ മൂവ്മെന്റ്സ് വരൂല ചാർട്ടിൽ. ഏറ്റവും ബെറ്റർ നോക്കാം, പ്രശ്നമില്ല.
ഓക്കെ, ഞാൻ എന്താ പറഞ്ഞാല്, അതായത് പ്രീവിയസ് ഡേന്റെ ഹൈയോ ലോയോ ടാപ്പ് ആയിട്ട് നമ്മളൊരു 50 മിനിറ്റിന്റെ ബ്രേക്ക് ഒക്കെ വെയിറ്റ് ചെയ്യണം. റെസ്പെക്ട് ആണോ ഡിസ്റെസ്പെക്ട് ആണോ വെയിറ്റ് ചെയ്യണ്ട ആദ്യം. ഓക്കെ, അതൊക്കെ കിട്ടി വരുമ്പോൾ ചിലപ്പോൾ 9 മണി 10 മണി ആയിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. ഈ ഡെയിലിയുടെ ഹൈയോ ലോയോ ടാപ്പ് ആവില്ല 6 മണി 7 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ നമ്മൾ അഗെയിൻ ഒരു 50 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പോ സ്വിംഗ് ഹൈയോ ബ്രേക്ക് ആണോ റെസ്പെക്ട് ആണോ ഡിസ്റെസ്പെക്ട് ആണോ അത് നോക്കിയിട്ട് അഗെയിൻ ഒരു ഫെയർ വാല്യൂ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ അത്രയും ടൈം ആവുമ്പോൾ ചിലപ്പോൾ രാത്രി 9 മണി 10 മണി ആയിട്ടുണ്ടാവും. അപ്പൊ അത്രയും ആ ഒരു ടൈമിലൊക്കെ എൻട്രി എടുത്താലും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ ഓപ്പൺ ആവാനായി. അതെ അതെ, ന്യൂസും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഒരു 1 മിനിറ്റിലൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ ന്യൂസ് നല്ല ഇമ്പാക്ട് വരും, നല്ല സ്പ്രെഡ് വൈഡ് ആവും. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഒരു $25 $50 ഒക്കെ വെച്ചാൽ ചിലപ്പോൾ $150 ആയിരിക്കും നമ്മളെ സ്റ്റോപ്പ് ലോസ് അടിക്കാം. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അങ്ങനെ വരും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, സ്പ്രെഡ് വൈഡ് ആവും എന്ന് പറഞ്ഞാൽ ന്യൂസ് ടൈമിൽ. അപ്പൊ അതൊക്കെ അവോയ്ഡ് ആക്കാൻ പിന്നെ മാക്സിമം അന്ന് ന്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 2 കാര്യം ചെക്ക് ചെയ്താൽ മതി. പ്രീവിയസ് ഡേന്റെ ഹൈ ലോയോ മാർക്ക് ചെയ്യലും പിന്നെ അന്ന് ജസ്റ്റ് ന്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ അയച്ചു തരുന്നുണ്ട്. സൗണ്ട് കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, ഞാനേ ഇത് എങ്ങനെയാലും കംപ്രസ് ചെയ്യേണ്ടി വരും, വലിയ ഫയലായിരിക്കും. ഞാൻ നോക്കട്ടെ, ഞാനത് സെഷൻ കഴിഞ്ഞിട്ട് നോക്കട്ടെ. ചെയ്യാം. ഡ്രൈവോ ഞാൻ എങ്ങനെയും ചെയ്തു തരാം. ഡ്രൈവിൽ ചെയ്തിട്ട് ലിങ്ക് അയക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അശ്വിൻ ബ്രോ ക്ലിയർ അല്ലേ? ആ, എങ്ങനെയാ മോർണിംഗ് ഉണ്ടാവില്ല എന്നാണോ വീട്ടില്? നോക്കാൻ പറ്റൂല എന്നല്ല ഉദ്ദേശിച്ചത്. അതായത് ബ്രോ ഫ്രീ ആവുന്ന ടൈമാണ്. അതായത് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പൊ രാവിലെ മോർണിംഗ് മുതൽ ഒരാൾ ഇരിക്കുകയാണ് ചാർട്ടില്, അലേർട്ട് ഇട്ട് വെച്ചിട്ട് ട്രേഡ് സെറ്റപ്സ് ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാള് പിന്നെ ഒരു നൈറ്റ് ഒരു ന്യൂയോർക്ക് ടൈമിൽ ട്രേഡ് കിട്ടൂല എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ ഓപ്പൺ ആവുമല്ലോ, അപ്പൊ നെക്സ്റ്റ് അഗൈൻ ഒരു പ്ലാൻ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെന്നെ കിട്ടും എന്നറിയോ? നിങ്ങൾ ജസ്റ്റ് 7 മണി 8 മണി നോക്കുമ്പോഴേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? പ്രീവിയസ് ഡേന്റെ ഹൈയോ ലോയോ ടാപ്പ് ആയിട്ട് രണ്ടാമത്തെ ഫെയർ വാല്യൂ ആപ്പ് നമുക്ക് ട്രേഡ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഫെയർ വാല്യൂ ആപ്പ് ഒക്കെ ഫോം ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നമുക്ക് അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് എൻട്രി പ്ലാൻ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ എങ്ങനെയും സംഭവിക്കാം, അന്ന് പ്രീവിയസ് ഡേന്റെ ഹൈയും ലോയും ടാപ്പ് ആവാതെയും പോവാൻ സാധ്യത ഉണ്ട്. നമുക്ക് കൺഫേം ആക്കി പറയാൻ പറ്റൂല. അന്ന് ആ പ്രീവിയസ് ഡേന്റെ ഹൈയോ ലോയോ ടാപ്പ് ആവോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂലല്ലോ. ആ, അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സെറ്റപ്പ് പ്രകാരം ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, സ്കാൽപ്പിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ 50 മിനിറ്റ് ഇത്രത്തോളം ആക്യുറസി കിട്ടിക്കോളണമെന്നില്ല. പക്ഷെ സ്കാൽപ്പിംഗ് മെത്തേഡ് ഞാൻ കൂടുതൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല, കാരണം അത് ഭയങ്കര റിസ്കിയാണ്. സ്കാൽപ്പിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് പെട്ടെന്ന് ക്വിക്കായിട്ട് കുറഞ്ഞ ടൈമിൽ മാർക്കറ്റിൽ ഇരുന്നിട്ട് ട്രേഡ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു മെത്തേഡൊക്കെ തന്നെ ആണെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. എങ്ങനെയാ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ ആ അത് ബ്രോ ഇപ്പോ നൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് നോക്കാൻ പറ്റൂല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അത്രയും നോക്കുന്ന, അതായത് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നോക്കണ്ട കേട്ടോ. ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് വേറെ ആ ഒരു ദിവസം നോക്കുക.
ബ്രോ മാർക്കറ്റിൽ എപ്പോഴാണ് ഇരിക്കുന്നത് ആ ഒരു രണ്ട് പെയർ എന്ന് പറഞ്ഞത് ഞാൻ മാർക്കറ്റിൽ യൂഷ്വലി മാർക്കറ്റിൽ അതായത് ഫിക്സ്ഡ് ആയിട്ട് രണ്ട് പെയർ ഫോക്കസ് ചെയ്ത് അത്രയും ബെറ്റർ ആണ് റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ചെയ്തിട്ട് നോക്കാൻ. പിന്നെ ചിലപ്പോൾ നൈറ്റ് ആയിരിക്കാം മാർക്കറ്റ് ഒന്ന് ടാപ്പ് ആയാലും പ്രീവിയസ് ഡേന്റെ ഹൈ ആണല്ലോ, ചിലപ്പോൾ മോർണിംഗ് തന്നെ ടാപ്പ് ആവും. നമുക്ക് കറക്റ്റ് ഒരു ടൈം പറയാൻ പറ്റൂലല്ലോ. ഓക്കെ, ക്ലിയർ ആണോ? ശേഷം ബ്രോ ഗോൾഡിൽ ഞാൻ ഇത് അത്ര നോക്കിയിട്ടില്ല. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏതെങ്കിലും രണ്ട് കറൻസി പെയർ ആഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ യൂറോ യുഎസ്ഡിയും അതേപോലെ USD JPY അങ്ങനെ ഏതെങ്കിലും രണ്ട് പെയറാണ് നോക്കാറുള്ളത്. ഗോൾഡിൽ ഞാൻ അത്ര നോക്കിയിട്ടില്ല, കാരണം ഗോൾഡ് തന്നെ ലൈവായിട്ട് ഇപ്പൊ നല്ല ഇത് വരുന്നത് മാനിപ്പുലേഷൻ വരുന്നുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ നല്ല ഗോൾഡില് പെട്ടെന്ന് ഓൾ ടൈം ഹൈ ആവുക, പെട്ടെന്ന് ഡിം ആവുക, നല്ല നമ്മളെ ഫെയർ വാല്യൂ ക്യാപ്സ് ഒന്നും റെസ്പെക്ട് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില ടൈമിൽ. അപ്പൊ അതൊരു റിയൽ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് ഗോൾഡിന്റെ ചാർട്ട് മൂവ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ വല്ലാതെ ഫോക്കസ് ചെയ്യലില്ല. ഇപ്പൊ ഈ ഒരു ഓൾ ടൈം ഹൈ ഇങ്ങനെ വന്ന് നോക്കണോണ്ട് ഗോൾഡ് അത്ര ഫോക്കസ് ചെയ്യാറില്ല. ഏതെങ്കിലും രണ്ട് കറൻസി പെയർ എടുത്താൽ മതി. ആ ഇല്ല അങ്ങനെ പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല. ഏതെങ്കിലും രണ്ട് പെയർ ചൂസ് ചെയ്യാം. അത് ന്യൂസ് ഇമ്പാക്ട് ഉണ്ടോ? അതെ. ആ ആ അതെ അങ്ങനെ ഉണ്ട് നെഗറ്റീവ് കോറിലേഷനും പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ ഇപ്പോ ഇല്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതായത് യൂറോ USD എന്നുള്ള പെയറില് യൂറോ കറൻസി മേലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ USDയുടെ ചാർട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓപ്പോസിറ്റ് കോറിലേഷൻ ആയിരിക്കും വർക്ക് ചെയ്യുക. അത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും രണ്ട് പെയർ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പെയർ ഫോക്കസ് ചെയ്താൽ മതി. ഉണ്ട് അങ്ങനെ കോറിലേഷൻ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ രണ്ട് പെയർ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഇമ്പാക്ട് ചെയ്യാറില്ല നമുക്കൊന്നും. ഓക്കെ അല്ലേ? എന്നാ വൈൻഡപ്പ് ചെയ്യല്ലേ? ഞാൻ ഈ റെക്കോർഡിംഗ് ഒന്ന് നോക്കണം, എനിക്ക് സൗണ്ട് ക്ലിയർ ആണോ എന്നല്ല. ക്ലിയർ അല്ല അശ്വിൻ ബ്രോ? ഞാൻ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അയക്കാം, കംപ്രസ് ചെയ്തിട്ട്. എന്നാ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ.